സംസ്ഥാന കമ്മിറ്റി അംഗമായ പി കെ അജീഷിനെതിരെ വർഗീയ പ്രചാരണം നടത്തിയതിന് പേരാമ്പ്ര പോലീസ് എഫ്ഐആർ എടുത്തിട്ടുണ്ട്. അതിലെന്താണ്? ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കും, അവിടുത്തെ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം. അതിൽ എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അജീഷ് എന്നുള്ള പേര് കേട്ടുകൊണ്ടാണ് ഞാൻ അന്വേഷിക്കുക അതിനകത്ത്. അത് എനിക്ക് തോന്നുന്ന ഒരു ഗ്രൂപ്പിലിട്ടൊരു മെസ്സേജ് ഞാൻ കണ്ടിരുന്നു. മടപ്പള്ളി സ്വദേശിയായ OICC സെക്രട്ടറി സന്തോഷ് ഇയാൾക്കെതിരെ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞതാണ്. അജീഷിൻ്റെ പ്രചരണമാണ്, അജീഷിൻ്റെ പോസ്റ്റാണ് എന്ന് പറഞ്ഞിട്ട് അതിനും കൊടുത്ത പരാതിയിലായിരിക്കും. അത് അജീഷ് വിശദീകരിക്കട്ടെ. നമുക്കൊന്നുകൂടി അന്വേഷിച്ചെടുത്ത് ഇനി ഇരിക്കുമ്പോൾ അങ്ങ് പറയാം, വേണേൽ നാളെ തന്നെ പറയാം എന്താണ് അതിൻ്റെ കാര്യം എന്നുള്ളത്. പ്രചരണമല്ലേ, എന്നെ അടിച്ചതല്ലേ, നമ്മൾ കയ്യേറ്റം ചെയ്തു. അതെ, അതിൽ ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിക്കാം. ഞങ്ങളത് പരാതി ആലോചിക്കുന്നുണ്ട്. നജീബ് കാന്തപുരം എന്ന് പറയുന്ന പെരിന്തൽമണ്ണ MLA, അവിടെ MLA-മാർക്ക് ബൂത്തിൽ കയറാനുള്ള അധികാരമുണ്ടോ? മാധ്യമപ്രവർത്തകരല്ലേ, ബൂത്തിൻ്റെ പരിസരത്തേക്ക് കയറാൻ പാടില്ലല്ലോ. നജീബ് കാന്തപുരത്തിൻ്റെ കാറാണ്, ബൂത്തിലാണ് പെരിന്തൽമണ്ണയിലെ. ഇതുപോലെ അവിടെയുള്ള MLA-മാരെല്ലാം ബൂത്തിൽ കയറി വോട്ടർമാരെ കാണുകയാണ്, അവരുടെ കൂടെ സെൽഫി എടുക്കുകയാണ്. ഇത് തെറ്റാണ്. എനിക്ക് കാൻഡിഡേറ്റ് എന്നുള്ളവർക്ക് പ്രിവിലേജ് ഉണ്ട് ബൂത്തിനകത്ത് കയറാൻ, ബൂത്തുള്ള പ്രദേശത്ത് പോകാൻ. മലപ്പുറത്ത് വ്യാപകമായി അവരുടെ MLA-മാർ ബൂത്തിനകത്ത് കയറി വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് പോലും പോയ സമയത്ത് എന്നെ തടഞ്ഞു വെക്കുകയും എന്നെ കയ്യേറ്റം ചെയ്യുകയാണ് അവരുണ്ടായത്. ഇതാ കാണേണ്ടത്. ഇവർക്ക് ശേഷിയുള്ള മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള പ്രദേശങ്ങൾ എത്ര മാധ്യമങ്ങൾ, ഇപ്പോൾ ചോദിച്ചത് ഏതായാലും നന്നായി, എത്ര മാധ്യമങ്ങൾ അതിനെ ആ രീതിയിലെടുത്തു. ഇത് നേരെ തിരിച്ച് ഈ പറയുന്ന വടകരയിലെ സ്ഥാനാർത്ഥിയെ ഏതെങ്കിലും DYFI-ക്കാർ തടഞ്ഞു വെച്ചോ അല്ലെങ്കിൽ തൊട്ടടുത്തുനിന്ന് മുദ്രാവാക്യം വിളിച്ചത് എത്ര ദിവസം നിങ്ങൾ ആഘോഷിച്ചു, ഏതൊക്കെ ചാനലുകളിൽ കൊടുത്തു, എത്ര വാർത്തയാക്കി. എന്നെ തെരഞ്ഞെടുപ്പ് ദിവസം 5:50 നെല്ലിക്കുത്ത് ബൂത്തിൽ തടഞ്ഞു, എന്നെ കയ്യേറ്റം ചെയ്തു, എന്നെ കോളർ പിടിച്ചു, കഴുത്തിന് പിടിച്ചു. വലിയ സംഘർഷം ഉണ്ടായില്ലേ? സംഘർഷത്തിന് ശ്രമിച്ചില്ലേ അവർ? വാഹനം തടഞ്ഞില്ലേ? നിങ്ങളുടെ പ്രതിനിധികൾ പോലും എന്നോട് പ്രതികരണം ചോദിക്കുന്നതോടൊപ്പം അക്രമകാരികളോട് പ്രതികരണം ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു നാണവുമില്ലാതെ. അങ്ങനെ തന്നെ പറയണം. ഞാൻ പ്രതികരണം കൊടുക്കുന്ന സമയത്ത് എന്നെ തെറി വിളിക്കുന്നത് നേരിട്ട് കേൾക്കുക. നേരിട്ട് കേട്ടിട്ട് പോലും ആ തെറി വിളിക്കുന്നവരുടെ അടുത്തേക്ക് മൈക്ക് കൊടുത്ത് എന്തിനാണ് നിങ്ങൾ തടഞ്ഞത് എന്ന് ചോദിക്കുക. എവിടേക്കാണ് നമ്മുടെ മാധ്യമ പ്രവർത്തനം പോകുന്നത്? ഇത് ഞങ്ങളൊക്കെ ആക്രമിക്കപ്പെടേണ്ടവരും ഞങ്ങളൊക്കെ അങ്ങ് വേട്ടയാടപ്പെടേണ്ടവരും ആണ് എന്നല്ലേ നിങ്ങളുടെ പ്രതികരണം? ഞങ്ങളത് ബോധപൂർവ്വം പിന്നെ അതിനകത്ത് പറയാതിരുന്നതാണ്. എത്ര ക്രൂരമായിട്ടാണ് അവിടെ നെല്ലിക്കുത്തിലെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ എന്നോട് പെരുമാറിയത്. നെല്ലിക്കുത്ത് മാത്രമല്ല, മഞ്ചേരിയിലെ മറ്റൊരു ബൂത്തും. ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് കാണിച്ചത് പെരിന്തൽമണ്ണയിലെ ബൂത്താണ്. ബൂത്ത് നമ്പർ ഇത് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പരാതി കൊടുക്കാൻ തന്നെയാണ് ആലോചന. ബൂത്ത് 86-85 PTM HSS താഴെക്കോട് പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണയിലെ 86-85 ബൂത്തിലാണ് നജീബ് കാന്തപുരം എന്ന് പറയുന്ന MLA കയറി വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഞാനല്ല കയറി വോട്ട് അഭ്യർത്ഥിച്ചത്. ഞാൻ ബൂത്തിൽ കയറുന്നത് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കുള്ള എനിക്കുള്ള അധികാരം ഉപയോഗപ്പെടുത്തിയിട്ടാണ്. MLAക്ക് എന്താ അധികാരമുള്ളത്? എന്താ നിങ്ങൾ ഇതാരും ചോദ്യം ചോദിക്കാത്തത്? ഇതിനെക്കുറിച്ച് നിങ്ങൾ പ്രചരണം നടത്താത്തത്? ഇതിനെക്കുറിച്ച് ആരും ചർച്ചയില്ല, ചോദ്യമില്ല. ഇവിടെ എന്തെങ്കിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ മറ്റോ ആഗ്രഹിക്കാത്തതോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതോ ഉണ്ടായാൽ അത് വലിയ രീതിയിൽ പ്രചരണം നടത്തുകയും ഞങ്ങളെ അങ്ങ് കുഴിച്ചു മൂടാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയും നിങ്ങൾ ചെയ്യുക. എന്നാൽ തെറ്റ് ചെയ്യുന്നവരെ എല്ലാവരെയും ഒരുപോലെ കാണാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല. ഏതായാലും ഞാൻ പറഞ്ഞില്ല, 20 മണ്ഡലത്തിലും ഞങ്ങൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം ഒന്നാണ്. ഒരു പ്രത്യേക മണ്ഡലത്തിൽ മാത്രം വേറെ രാഷ്ട്രീയമൊന്നുമില്ല. എല്ലായിടത്തും ഒരേ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് മേൽക്കൈ ഉണ്ടാകാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് ഞങ്ങൾ നടത്തിയത്. അതിന് എന്നെ ചുമതലപ്പെടുത്തിയത് മലപ്പുറത്താണ്. മലപ്പുറത്ത് നന്നായി ഞാൻ എൻ്റെ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. ആ രാഷ്ട്രീയം ജനങ്ങൾ ഉൾക്കൊള്ളുകയും ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും, എന്നെ വിജയിപ്പിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എല്ലാ ജനവിഭാഗത്തിൻ്റെയും. അത് നമുക്കൊരു പത്രത്തിൻ്റെ പ്രചരണത്തിൻ്റെ പ്രൊഫൈലായി വെച്ചതല്ല, ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. അത് അവരുടെ ഒരു ക്യാമ്പയിൻ ഉണ്ട്. സ്വാഭാവികമായിട്ടും ഞാൻ മലപ്പുറത്തൊരു സ്ഥാനാർത്ഥിയാണ്.
അവരുടെ സഹായം, എല്ലാവരുടെയും സഹായം ചോദിച്ചു പോകുമല്ലോ. ഒരു പത്രമാണല്ലോ, അതങ്ങനെ ഒരു നിരോധിക്കപ്പെട്ട പത്രമൊന്നുമല്ലല്ലോ. നല്ല അത്യാവശ്യം മലയാളത്തിൽ നന്നായിട്ട് വായിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ഈ മലബാർ ഏരിയയിലൊക്കെ വായനക്കാരുള്ള ഒരു പത്രമാണ്. പിന്നെ മുസ്ലിം ലീഗൊക്കെ കത്തിക്കും എന്ന് പറയുന്ന പത്രമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടല്ലോ ഒരു പത്ര സ്വാതന്ത്ര്യം. മീഡിയ വണ്ണിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാമ്പയിൻ ഇട്ടെടുത്തല്ലേ. മീഡിയന് വേണ്ടിയിട്ട് ഞങ്ങൾ സംസാരിച്ചതാണ്, ഞങ്ങൾ പരിപാടികൾ സംഘടിപ്പിച്ചതാണ്, ഞങ്ങൾ സംഘടിപ്പിക്കും. റിപ്പോർട്ടറിനെ ഇങ്ങനെ ഒരു പ്രതിസന്ധിയോ ഇങ്ങനെ തടയും ഭീഷണിയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനും പ്രചരിപ്പിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ക്യാമ്പയിൻ എടുക്കുന്നു, വിദേശത്തൊരു പത്രം തുടങ്ങുന്നു, സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രചരണം അവരാവശ്യപ്പെട്ടപ്പോൾ നടത്തി. ഞാൻ നേരത്തെയും ഒരു വർഷം മുമ്പ്, 1-2 വർഷം മുമ്പ് അവരുടെ വരിക്കാരെ ചേർക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. നാട്ടിൽ പ്രതിരോധമല്ല, അവരുടെ പ്രചരണത്തിൽ അവർ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പങ്കെടുത്തു.